ഇപ്പൊ റെൻ അവന്മാരെ കടിച്ച് പഞ്ഞിക്കിടുമ്പോഴാണ് അതേസമയം ആൻറ്റിഷാനും വന്ന് അവന്റെ ഗേൾഫ്രണ്ടിനെ സുരക്ഷിതാക്കും. അതിനുശേഷം റെന്നാണ് ഇവളുടെ ഗേൾഫ്രണ്ടിനെ വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ട് അവൻ ലൂവാനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവിടെ ലൂവാനും ഇവൻ എന്തോ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടും ഒന്നും പറയാത്തെന്ന് അറിഞ്ഞ് അവളിങ്ങനെ മനസ്സിൽ കുറെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് റെന്നും ഇവൾ എന്തിനാ ഇത്രയ്ക്ക് മണ്ടിയായി പോയെന്ന് അവൻ ചോദിക്കും. അങ്ങനെ അവന്മാരെ എന്നെ അടിച്ചിട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഇടയ്ക്ക് നീ വന്ന് എന്തിനാ നിന്നെ തന്നെ ഇങ്ങനെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞ് ഇവള് ഡോക്ടർ എന്നുള്ള കാര്യം മറന്നുപോയെന്ന് ചോദിക്കുമ്പോൾ അവളാണ് അതിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് അറിഞ്ഞ് അവൾ ആ കാര്യമൊക്കെ മറന്നുപോയെന്ന് പറയും. അപ്പോഴാണ് അവനും ഇനി ഇതുപോലെ സംഭവിക്കുകയാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നീ ഒരിക്കലും റിസ്ക് എടുക്കലെന്ന് പറഞ്ഞ് ഇവളെ സുരക്ഷയായിട്ട് നോക്കിക്കോളാൻ പറയും. അതിനുശേഷം അവൻ കടയിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇവളുടെ മുറിവിനകത്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതേസമയം അവളും പ്രൊപ്പോസലിന്റെ റിപ്ലൈയെ കുറിച്ച് ഇവനോട് ചോദിക്കണോ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കും. ഒരു ഇന്ന് ചോദിക്കാതിരുന്ന ഉത്തരം കിട്ടത്തില്ലെന്ന് പേടിച്ചിട്ട് അവൾ ചോദിക്കാൻ വേണ്ടി പോകുമ്പം ഇവനാണെ പെട്ടെന്ന് എന്നെ ഇഷ്ടം നീ അവളെ പ്രൊപ്പോസ് ചെയ്തില്ലെന്ന് അവൻ തന്നെ ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോഴാണ് അവളും ടെൻഷനായിട്ട് എങ്കിൽ പിന്നെ അതിന് ഇവന്റെ മറുപടി എന്തോന്ന് ചോദിക്കും. അപ്പോഴാണ് റെൻ ഇത് കേട്ട് എന്തായാലും ഇവിടെ വെച്ച് ഇവളെ പ്രൊപ്പോസ് ചെയ്യാണ്, അത് ഒട്ടും റൊമാൻറ്റിക് അല്ലെന്ന് പറഞ്ഞ് അവൻ പെർഫെക്റ്റ് ആയിട്ട് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഇവളെ നാളെ അവന്റെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ എന്ന് കാണാൻ പറയും. അങ്ങനെ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം അവന്റെ റിപ്ലൈ പറയാന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവള് പേടിച്ചിട്ട് ഒരു വിഷയം മത്സരത്തിൽ തോറ്റുപോയ ഇവ റിപ്ലൈ പറയത്തില്ലെന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം അവൾ ഈ കാര്യം വന്ന് അവളുടെ കൂട്ടുകാരോട് പറയുമ്പം അവളുടെ കൂട്ടുകാരിയും ഇത്രയും വർഷം ഫസ്റ്റ് വാങ്ങിച്ച് അവൻ എങ്ങനെ അടി പൊട്ടുന്നതെന്ന് പറഞ്ഞ് അവൻ ജയിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാ ഇവളെ നാളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അവൻ തീരുമാനിച്ചെന്ന് പറയും. പക്ഷേ ലൂവാനാണ് പേടിച്ചിട്ട് എടി എന്നാലും അവൻ ചിലപ്പോൾ തോറ്റുപോയാലോ, അപ്പൊ അവന് ഇഷ്ടമല്ലെന്ന് പറയോ, എല്ലാരും 100% വിജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നിന് ഇവള് ഭയങ്കര ടെൻഷനായിട്ടിരിക്കുമ്പം അവളുടെ കൂട്ടുകാരിയാണ് ചുമ്മാ കുറെ ആലോചിച്ച് വിട്ടാതെ നാളത്തെ മത്സരം ചെന്ന് കാണാൻ വേണ്ടി പറയും. അതേസമയം റെന്നാണ് അവൾ പ്രൊപ്പോസ് ചെയ്ത് സന്തോഷത്തിരിക്കുക. അതുകൊണ്ട് അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇവന്മാരെ അടിപൊളിയാന്ന് പറയുമ്പം അവന്മാരാണ് ഷോക്കായിട്ട് ഞങ്ങൾ അടിപൊളിയോ, ആദ്യമായിട്ടാണ് നിന്റെ വായിന്ന് ഇങ്ങനെ ഒരു വാക്ക് വരുന്നത് എന്നിന് അവന്മാർക്കാർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന്മാർ എന്തോ കാര്യം എന്ന് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇവനും ലുവാൻ പ്രൊപ്പോസ് ചെയ്ത കാര്യം പറയുന്നത്. അങ്ങനെ മരുന്ന് കടയുടെ ഫ്രണ്ടിൽ വെച്ച് ഇവന്റെ ഇഷ്ടം പറഞ്ഞ അത് റൊമാൻറ്റിക് കാണത്തില്ലെന്ന് വിചാരിച്ച് ഇവൻ നാളെ മത്സരം കഴിഞ്ഞിട്ട് അവളെ പ്രൊപ്പോസ് ചെയ്യാനിരിക്കാന്ന് പറയും. ഇത് കേട്ട അവന്മാരാണ് പുച്ഛത്തി ഇവനാണോ റൊമാൻസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് അവന്മാർക്ക് ചിരി വരും. അതേസമയം ആൻറ്റിഷാനും ലിയാങ്ങിനെ അവളുടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുമ്പോഴാണ് അവളാണ് ഇവനോടൊരു കാര്യം പറയണമെന്ന് പറയും. അപ്പോഴാണ് അവനും അതൊക്കെ നാളെ സംസാരിക്കാന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞയക്കാൻ നോക്കിയാലും അവൾ ഇപ്പൊ തന്നെ പറയണമെന്ന് പറഞ്ഞ് ഇവൻ എല്ലാ കാര്യം ഇവൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് എടുത്ത തീരുമാനം കൊണ്ടല്ലേ ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് തന്നെ ആകെ സമ്മതിച്ചെന്ന് ചോദിക്കും. അല്ലെങ്കിൽ എല്ലാരും പറയുന്ന പോലെ ഇവ ലൂവാനെ തന്നെ സ്നേഹിച്ചേനെന്ന് പറയുമ്പം ഇത് കേട്ട് ആൻറ്റിഷാനാണ് ഷോക്കായിട്ട് ലിയാങ് നീ എന്തോ പറയുന്നത്, നീ എന്നെ ഒന്ന് ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട. എന്നിട്ട് അവനും പറയുമ്പോൾ തന്നെ ഇവൾ ആദ്യം സംസാരിച്ച് തീർക്കട്ടെ എന്ന് പറഞ്ഞ് ഇവൾ വിദേശത്ത് പോകുന്നോണ്ട് ഇവൻ അവിടേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കും. അങ്ങനെ ഒരു പക്ഷേ ഇവൾ പോകേണ്ടത് ഇവൻ പറഞ്ഞാലും അവളത് കേൾക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് ഇവൻ എന്ത് തീരുമാനം എടുത്താലും അത് ആലോചിച്ചിട്ട് ഇവനോട് തീരുമാനിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് ഇവളിപ്പോ പറഞ്ഞയക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം റെന്റെ കയ്യിലൊരു ഫ്ലവർ ആയിട്ട് ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം അത് കണ്ട് അവളാണ് ഈ ഒറ്റ ഫ്ലവർ തരാൻ വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചെടുത്തതെന്ന് അറിഞ്ഞ് അവള് മാച്ച് കാണാൻ പോകാൻ പറയും. അപ്പോഴാണ് അവനും പിടിച്ചിട്ട് ഒരു സെക്കൻഡ്, ഒറ്റ ഫ്ലവർ ഞാൻ അതിൽ നിന്ന് എടുത്തന്നേ ഉള്ളു, എന്റെ കുറെ ഫ്ലവേഴ്സ് ഉണ്ട്. ഏതിന് അവനത് എടുത്ത് കൊടുത്ത ഉടനെ ഇവളാണ് മൊത്തം സന്തോഷത്തിലാകും. അപ്പോഴാണ് അവനും റെൻ രാവിലെ കടയിൽ പൂ വാങ്ങിക്കാൻ പോയപ്പോ ഇവനും കൂടെ വിളിച്ചോണ്ട് പോയതുകൊണ്ട് അവൻ ഈ സാധനം വാങ്ങിച്ചെന്ന് പറയും. എന്നിട്ട് അവൻ ഈ ഫ്ലവേഴ്സ് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അയച്ചാലോന്ന് പറഞ്ഞ് ഇപ്പൊ കൂട്ടുകാർ വിളിക്കുമ്പം അവളാണ് ഈ ഫ്ലവേഴ്സ് ഒക്കെ ഫോട്ടോ എടുത്തിട്ട് ഇതേ സെയിം സംഭവം റെൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച് പ്രൊപ്പോസ് ചെയ്യാൻ വച്ചേക്കുന്നെന്ന് പറഞ്ഞ് ഇവൾക്ക് ഓൾ ദ ബെസ്റ്റ് പറയും. അതുകൊണ്ട് തന്നെ എല്ലാം സക്സസ് ആയതുകൊണ്ട് കൂട്ടുകാരിയും അവൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടി ചെല്ലും. അതിനുശേഷം റെന്ന് മത്സരത്തിൽ വന്നിരിക്കുമ്പോഴാണ് അവൻ അവിടെ ലൂവാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സന്തോഷത്തിരിക്കും. ഇതേ സമയം അവിടേക്ക് വരുന്ന ഗുവാനാണ് കണ്ടിട്ട് മൊത്തം ജലസായിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരുടെ മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ ലൂവാനാകെ വെള്ളത്തെ ആൾക്കാർ നീന്തെന്ന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, അതിലേതാ റെന്നൊന്നും പിടികിട്ടത്തില്ല. അതിനുശേഷം അവസാനം അവൻ മത്സരത്തിൽ ഫസ്റ്റ് വരുമ്പോഴാണ് ഇവളാണ് അവന്റെ പേര് കണ്ടിട്ട് ഇവളും ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടും. അതിനുശേഷം അവളും അവനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് എന്തായാലും ഫ്ലവേഴ്സ് ആയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ അറിയാത്ത പോലെ ചുമ്മാ ഷോക്കായതുപോലെ കാണിക്കാന്ന് ഇവളെ തന്നെ സംസാരിച്ചോണ്ട് വരുമ്പോഴാണ് കറക്റ്റ് ആ ഫ്ലവേഴ്സ് ആണ് ഇപ്പൊ ഗുവാന്റെ കൈ ഇരിക്കും. അങ്ങനെ അവള് താങ്ക്സ് ഒക്കെ പറയുമ്പം ഇതേക്കുന്ന ലൂവാനാണ് മൊത്തം തകർന്നുപോയി. അപ്പൊ ഇവൾക്ക് വേണ്ടിയാണ് വാങ്ങിച്ചെന്നറിഞ്ഞ് അവള് സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ റെന്നാണ് തിരിച്ച് അവളുടെ തന്നെ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് സോറി ഞാൻ എപ്പോഴാ പറഞ്ഞത് നിനക്ക് വേണ്ടി വാങ്ങിച്ച ഫ്ലവേഴ്സ് ആണെന്ന്, ഇത് ലൂവാന് വേണ്ടിയാ, അതുകൊണ്ട് പ്ലീസ് ഇവിടെ നിന്ന് പോയിത്താ എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും അതെനിക്കും അറിയാം, അവളിപ്പോ പുറത്തേക്ക് നിന്നോണ്ടാ ഞാൻ ചുമ്മാ ഇങ്ങനെ ഷോ കാണിച്ചത്, എന്തായാലും അവളിപ്പോ തെറ്റിരിച്ച് ഇവിടെ നിന്ന് പോയി കാണും എന്നിട്ട് ഇവളും പറയുമ്പം റെന്നാണ് ലൂവാൻ അന്വേഷിച്ച് പോകാൻ നോക്കും. പക്ഷെ ഇവളാണ് പോകാൻ സമ്മതിക്കാതെ എടാ നിനക്കിതെന്തോ പറ്റി, കോളേജിലിരിക്കുന്ന എല്ലാവരും നമ്മൾ തമ്മിൽ സെറ്റ് ആകുന്നല്ല പറയുന്നത്, പിന്നീട് എന്തിനാ നീ അവളുടെ പുറകെ പോകുന്നത്. ഇവള് ചോദിക്കുമ്പോഴാണ് റെന്നാണ് ദേഷ്യത്തി ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് നിന്നോട് പറയണമെന്നില്ല, മര്യാദയ്ക്ക് കൈ വിട്. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് വാതിലോർന്ന് ലൂവാനാണ് അകത്തേക്ക് എറിയുന്നിട്ട് ഇവളുടെ കൈ പിടിച്ചങ്ങ് മാറ്റിക്കളയും. അതിനുശേഷം അവളും നമ്മൾ തമ്മിൽ ഫെയർ ആയിട്ട് കോമ്പറ്റീഷൻ ചെയ്യുമെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ടാ
ഞാൻ അവന്റെ മനസ്സിപ്പം പിടിച്ചെടുക്കാൻ വേണ്ടി വന്ന്. എന്നിട്ട് ഇവള് ഗുവാനോട് പറയുമ്പം ഗുവാനാണ് ഞാൻ ആദ്യം വന്നെന്ന് പറഞ്ഞ് അവൾക്ക് ചാൻസ് തരാൻ വേണ്ടി പറയും. പക്ഷെ ലുവാനാണ് സമ്മതിക്കാതെ ഇല്ല ആദ്യം ഞാനാ സംസാരിക്കുന്നത്. റെൻ നീ അവൾക്ക് ഫ്ലവർസ് കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നിനക്ക് അവളല്ലേ ഇഷ്ടം, കുഴപ്പമില്ല. പക്ഷെ നിനക്ക് എന്നെ റിജക്ട് ചെയ്യണമെങ്കിലും അത് നീ എന്നെ ചെയ്യണം, എന്നാലേ എനിക്കൊരു റിപ്ലൈ കിട്ടത്തുള്ളൂ. നിങ്ങൾ തമ്മിൽ സെറ്റായത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നിട്ട് അവളും തെറ്റിരിച്ച് ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് കേട്ട് റെന്നാണ് ചിരി വരും. അപ്പോഴാണ് അവൾ വിഷമിച്ചിട്ട് നീ എന്തിനാണ് ചിരിക്കുന്നത്, എന്നെ കണ്ടിട്ട് നിനക്കെന്തോ കളിയാക്കാൻ തോന്നുന്നു. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും അല്ല നിന്നെ കണ്ടിട്ട് എനിക്ക് ക്യൂട്ടായിട്ടാ തോന്നുന്നത്. ഞാൻ ഈ ഫ്ലവർസ് വാങ്ങിച്ചത് നിനക്ക് വേണ്ടിയാ, പിന്നെങ്ങനെ ഞാൻ നിന്നെ റിജക്ട് ചെയ്യുന്നത്. ലുവാൻ നിനക്കിത് എന്തോ പറ്റി, സത്യത്തിൽ നീ പറഞ്ഞ പോലെ നിന്റെ തലയ്ക്കകത്ത് ഫുള്ളും വെള്ളം തന്നെയാണ്. എന്നിട്ട് അവൻ പറയുമ്പം ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ ഇവനപ്പം അവൾ ഇഷ്ടമില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്ക് അവളെ നല്ലോണം പരിചയം പോലില്ല, പിന്നെ ഞാനിത് അവളെ സ്നേഹിക്കണം, എനിക്ക് നിന്നെ ഇഷ്ടം, നീ എന്റെ ഗേൾഫ്രണ്ട് ആകാവോ. എന്നിട്ട് അവനും ചോദിച്ച ഉടനെ ലുവാൻ സമ്മതിക്കുമ്പോഴാണ് ഇതിന്റെ ഇടയിരുന്ന് ഗുവാന് ദേഷ്യത്തി ഇവരെ മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് ലുവാനും സോറി ഗുവാൻ, ഇനിയിപ്പോ നിനക്ക് അവൻ എങ്ങനെയാലും പ്രൊപ്പോസ് ചെയ്തോ, കാരണം നമ്മൾ തമ്മിൽ ഫെയർ ആയിട്ട് കോമ്പറ്റീഷൻ ഇട്ടേക്കൊല്ലേ. എന്നിട്ട് ലുവാനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇതെന്തൊരു ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെന്ന് ചിരി വരും. അതേസമയം പുറത്തേക്ക് പോയ അവളാണ് അങ്ങനെ അവസാനമായിട്ട് ഞാനും കപ്പിൾസായി എന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്ക് പെട്ടെന്ന് പിടികിട്ടുന്നത് ഇവളെന്തിനെ വെറുതെ ആ ഗുവാനോടെ സംസാരിക്കാൻ അനുവദിച്ചെന്ന്. ഒരു ഷിന്നി പോയി തടയുവാണ്, അവനോട് വിശ്വാസക്കുറവ് പോലെ തോന്നുന്നു പറഞ്ഞിട്ട് ഇവൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകത്തില്ല. അപ്പോഴാണ് ഇവൾ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്ലിപ്പായി തറയിലേക്ക് വീഴുന്നത്. അതിനുശേഷം ഇവിടെ ആശുപത്രിയിലാണ് റെന്റെ കസിനും അവളുടെ കൂട്ടുകാരിക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കും. അപ്പോഴാണ് ഇവിടെ സീനിയറിനെ കണ്ട് അവൾ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ സീനിയറിന്റെ കൂടെ നിൽക്കുന്നവനാണ് ഈ പെങ്കൊച്ചിനെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് അവളുടെ ഫോൺ നമ്പർ അവൻ എടുക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് സീനിയറും ഇവളുടെ ഡ്രസ്സിന്റെ പുറയിൽ എന്തിനാ QR സ്കാനർക്ക് വെച്ചേക്കുന്നെന്ന് പറഞ്ഞ് അവനിങ്ങനെ ജലസായിരിക്കുമ്പം സതീജ ചുമ്മാ ഫേക്ക് ആയിരുന്നു, അത് സ്കാൻ ചെയ്തൊന്നും അവളുടെ ഫോൺ നമ്പർ കിട്ടത്തില്ല. അതിനുശേഷം കസിൻ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് അവൾ അവിടെ ലുവാനെ കണ്ടിട്ട് പെട്ടെന്ന് റെന്നെ വിളിച്ച് ഈ കാര്യം പറയും. അതോടെ അവനും ടെൻഷനായി ഓടി അവളുടെ വാർഡ് എവിടാന്നൊക്കെ മനസ്സിലാക്കി നേരെ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവൾ ബെഡിനകത്ത് ഇങ്ങനെ കിടക്കുന്ന കാണും. അതോടെ അവനും നീ സ്റ്റെപ്പിൽ നിന്ന് വീണോ ലുവാൻ, നിനക്കതിലാണ് വേനുണ്ടോ, ഞാൻ നിന്റെ കാലൊന്നും നോയിക്കോട്ടെ. ഏതിന് ഇവനിങ്ങനെ ബെഡ്ഷീറ്റ് എടുക്കാൻ നോക്കുമ്പോൾ അവളാണെ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് അവനും നല്ല വേദനയാണ് നിനക്ക്, ഞാൻ പറയുന്നത് കേൾക്കാതെ നീ എല്ലാ ഗുവാനായിട്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോയി തന്നെ, കൂടാതെ ഫ്ലവേഴ്സ് അല്ലാതെ എനിക്ക് വേറൊരു സാധനം കൂടെ തരാനുണ്ട്. ഏതിന് ഇവനക്കിത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് റെന്നി ഇവൾ ആശുപത്രിയുള്ള കാര്യമൊക്കെ പറഞ്ഞെന്ന് പറയും. അപ്പോഴാണ് ലുവാനും എനിക്കെന്തോ അടി, എനിക്കല്ല വാങ്ങിന. ഏതിന് ഇവരെല്ലാരും കൂടെ അവന്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ വാങ്ങാണ് എന്നോട് ഇത്രയ്ക്ക് റൊമാൻസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അവർ റെന്നിന് പോകാൻ സമ്മതിക്കത്തില്ല. അതിനുശേഷം ലുവാനെ കണ്ടിട്ട് അവനും ഇവളിവിടെ ആശുപത്രി കിടക്കുമെന്ന് വിചാരിച്ച അവൻ ധൃതിയിൽ ഓടിയെത്തിയെന്ന് പറയും. അപ്പോഴാണ് വാങ്ങും പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇവൾ സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോ ഇവൻ വന്ന് പെട്ടുപോയെന്ന്. അതോടെ റെന്നാണ് നാണം കെട്ടിട്ട് എങ്കിൽ പിന്നെ ഇതെന്താ മുമ്പ് എന്നോട് പറയാത്തേന്ന് അവന്റെ കസിനോട് ചോദിക്കുമ്പം നീ അതെന്നെ പറയാൻ സമ്മതിച്ചോന്ന് പറഞ്ഞ് ഇവത്തമ്മ മൊത്തം തർക്കമാകും. അപ്പോഴാണ് റെന്നിന്റെ കൂട്ടുകാരനും ഞാൻ റെന്നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഇതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് വന്നേനെ എന്ന് ഇവൻ പറയുമ്പോഴാണ് കൂട്ടുകാരാണ് ഇത് കേട്ടിട്ട് നീ എന്തോ ഇപ്പൊ എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് അവൾ വയ്ക്കും. അപ്പോഴാണ് അവനും പ്രൊപ്പോസിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ, നമ്മ രണ്ടുപേരും കപ്പിൾസിനെ പോലെയല്ലേ, ഇനിയിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് എന്റെ ഗേൾഫ്രണ്ട് ആവാൻ താല്പര്യമുണ്ടോ എന്ന് ഇവനും ചോദിക്കുമ്പം അവളാണ് എനിക്ക് സമ്മതം പറഞ്ഞിട്ട് അവരുടെ ഒരു കൈ കോർത്തിരിക്കും. ഇതോടെ കസിന് മൊത്തം ഇത് അസൂയപ്പെട്ടിട്ട് ഇത് ആശുപത്രിയാണ്, ഇവിടെ ഫുള്ള് ലവ് കപ്പിൾസ് ആണല്ലേ, എന്റെ ബോയ് ഫ്രണ്ട് ഇവിടെ ഉള്ള, എനിക്കിത് സങ്കടമായിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് എനിക്കിത് കണ്ട് സഹിക്കാൻ വയ്യ എന്നിട്ട് അവളും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ ലുവാനും കൂടെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴാണ് ഇവർ രണ്ടുപേരും പരസ്പരം ചിരിച്ചൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഫ്രണ്ട് ഇരിക്കുന്ന കസിനാണ് ഇവരോട് സംസാരിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് റെന്നും നിനക്ക് വേറെ വല്ലതും കാറ് വിളിച്ച് പോയിക്കോടെ എന്ന് പറഞ്ഞ് അവനും പറയുമ്പം ഈ സമയത്ത് ഒറ്റയ്ക്ക് പോകുന്ന സേഫ് അല്ല കസിൻ എന്ന് പറഞ്ഞ് അവള് കൂടെ തന്നെ വരും. അതിനുശേഷം ലുവാനാണ് ഇവളുടെ പുറം എന്തിനാ ഫോൺ നമ്പറിന്റെ ഒക്കെ QR സ്കാനർ ഉള്ളതെന്ന് ചോദിക്കുമ്പം അവള് മനഃപൂർവ്വം സീനിയറിനെ ജലസാക്കാൻ വേണ്ടി അവൾ ഇങ്ങനെ വെച്ചേക്കുമെന്ന് പറയും. എന്നാലും ഇവളെ പോലെ നല്ല പെങ്കൊച്ചിനെ അവൻ ബ്രേക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കത്തുള്ളെന്ന് ഇവളുടെ യുക്തി യൂസ് ചെയ്ത് കളിക്കുക. അപ്പോഴാണ് ഇതെല്ലാം കേട്ടിരിക്കുന്ന റെന്നാണ് വെറുതെ എന്റെ ഗേൾഫ്രണ്ടിന്റെ മൈൻഡ് ചീത്തയാക്കാതെ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം ലുവാനും ആശുപത്രി വാങ്ങിന് റൊമാൻറ്റിക് ആയിട്ട് വീഴ്ത്താൻ വേണ്ടി ഇവനങ്ങനെ എന്തോ പറഞ്ഞെന്ന് ചോദിക്കുമ്പം അവൻ ഇവളെന്ന് ഉദ്ദേശിച്ച ആ ഡയലോഗ് പറഞ്ഞെന്ന് പറയും. കൂടാതെ ഗുവാനായിട്ടൊക്കെ സംസാരിച്ച് ഇനി ഇവർ ചുമ്മാ കൂടെ പഠിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി എന്നറിയും. അങ്ങനെ ഇവളില്ലായിരുന്നെങ്കിൽ ആ ഗുവാനെ പരിചയം പോലും പടത്തില്ലായിരുന്നെന്ന് റെന്നും പറയുമ്പോഴാണ് ഇത് കേട്ട അവളും എങ്കിൽ പിന്നെ ഞാൻ തന്നെ എല്ലാ പ്രശ്നം ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞ് ഇവന്റെ ഫ്ലവേഴ്സ് എടുക്കാൻ ഇവൾക്ക് സമയം കിട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവളുടെ കൈ പിടിച്ച് അകത്തേക്ക് വിളിച്ചോണ്ട് പോകും. അതിനുശേഷം അവളും പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്തിയ ഉടനെ ഇവൾക്ക് പോകാൻ മനസ്സിലാതെ സത്യത്തിൽ നമ്മ രണ്ടുപേരും ഇപ്പൊ കപ്പിൾസ് അല്ലെന്ന് പറഞ്ഞ് അവനോട് ഒന്നും കൂടെ ഉറപ്പുവരുത്താൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവൻ അവളോട് ലുവാൻ ആ ഫ്ലവേഴ്സ് അല്ലാതെ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കാണിക്കാനുണ്ട്, ഇത് ഞാൻ വാങ്ങിച്ച സർട്ടിഫിക്കറ്റും അവാർഡ്സ് ഒക്കെ എന്നിട്ട് ഇവനും അവന്റെ ഉള്ള അവാർഡ്സ് ഒക്കെ കാണിക്കുമ്പം ഇവളാണ് ഷോ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവള് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്തും ചോദിക്കും. അപ്പോഴാണ് അവനും എന്നെക്കാണ് ഹാൻസം അല്ലേ, എനിക്ക് നല്ല മാർക്കും ഉണ്ട്, ഇത് ഞാൻ കാണിച്ചത് നീ ഇതേപോലെ തന്നെ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ പെർഫെക്റ്റ് മാച്ചാ, ഇനി നീ കുറെ നാലോചിച്ച് വിട്ടാതെ
പറയാതെ റൂമിലേക്ക് പോയിക്കോ എന്നിട്ട് ഇവർ ഷേക്കൻ്റെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ലൂവാനാണ് അകത്തേക്ക് കയറിയതിനു ശേഷം ഷടാ ഞാനിത് അവന് ഷേക്കൻ്റെ കൊടുത്ത ഒരു ഹഗ്ഗല്ലേ ചെയ്യണ്ടേ എന്നിട്ട് ഇവള് സന്തോഷിച്ചോണ്ട് അകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴാണ് അവിടെ ഗുവാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണെന്ന്. അങ്ങനെ അതുകൊണ്ട് ലൂവാൻ അടുത്തേക്ക് ചെന്ന് ഇവൾക്ക് ടിഷ്യൂ പേപ്പറെ കൊടുക്കുമ്പോഴാണ് അവളൊന്നും മൈൻഡ് ചെയ്യാതെ നീ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാണോ അടി എന്നിട്ട് അവൾ ചോദിക്കുമ്പം ഇത് കേട്ട് ലൂവാനും ഞാൻ കളിയാക്കാനൊന്നും വന്നതല്ല, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമുണ്ട്, നമ്മ രണ്ടുപേരും ചുമ്മാ ഇങ്ങനെ എനിമീസ് ആയിട്ടിരിക്കണ്ട, നീ ഇതൊക്കെ മറന്നു കളഞ്ഞിട്ട് സന്തോഷമായിട്ടിരിക്കാൻ നോക്ക്, കാരണം നിന്നെ ഇഷ്ടപ്പെടാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ട് എന്നിട്ട് ലൂവാനും പറയുമ്പം ഇത് കേട്ട് അവളും ധൈര്യത്തി പിന്നല്ലാതെ ഞാൻ അത്രയ്ക്ക് സ്മാർട്ടാ, കൂടാതെ ഞാൻ എന്റെ ഫുൾ സ്ട്രെങ്ത് കൊടുക്കാത്തോണ്ടാ നീ അവനെ സെറ്റാക്കി എടുത്ത് എന്നിട്ട് ഇവളും പറഞ്ഞിട്ട് റൂമിലേക്ക് അങ്ങ് ചെല്ലും. അതിനേശം ഇവിടെ റെന്നും അവന്റെ കൂട്ടുകാരനോട് അന്ന് ബെറ്റ് ചെയ്ത പോലെ ഇവൻ വിജയിച്ചെന്ന് പറഞ്ഞ് മറ്റേ വെള്ളം കൊണ്ടുവരുന്ന കാര്യം മറക്കല്ലെന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരനും അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേരും കൂടെ എങ്കിൽ പിന്നെ ഇനി ഡേറ്റിന് പോകാന്ന് പറയും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.